MT സാറിൻ്റെ ഒരു അവതാരിക, അല്ലെങ്കിൽ സുകുമാർ അഴീക്കോട് സാറിൻ്റെ ഒരു ഉപസംഹാരം. ഇതൊക്കെ ഏതൊരു പുതിയ എഴുത്തുകാരൻ്റെയും വലിയ ഭാഗ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട വായനക്കാരുടെ നിരന്തരമായ സ്നേഹാന്വേഷണങ്ങളാണ് എൻ്റെ എല്ലാ പുതിയ സൃഷ്ടികളുടെയും പ്രചോദനം. പിന്നെ താങ്കൾ ചോദിച്ചതുപോലെ എൻ്റെ പുതിയ സൃഷ്ടി ജട്ടി സൃഷ്ടിയല്ലടാ, നിന്റെ ജട്ടി. പോയി കഴിയടാ. ചെയ്യാം, ഞാനിതൊന്ന് തീർത്തു കൊടുത്തോട്ടെ. തീർക്കാനാ? യങ് സൂപ്പർ സ്റ്റാറിന്റെ ഇന്റർവ്യൂ അല്ലേ? കൊള്ളാലോ. എന്താ കുഴപ്പം? കാര്യല്ലേ പറയുന്ന? അതല്ല, പറയുന്നൊന്നും ശരിയല്ല. വെറും പ്ലാസ്റ്റിക് മെഗണോമാനിയ. ഒന്ന് പോടേ. ലവൻ ചെറുപ്രായത്തിലെ കഴിവ് തെളിയിച്ചില്ലേ? വലിയ കാര്യം തന്നെയാ. ചെറുപ്രായത്തിൽ ഇങ്ങനെ ഫേമസ് ആയി. എടാ, നമുക്ക് എന്തെങ്കിലും ചെയ്യണം. എടാ, എക്സായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന്. MBA പോയാലോ ആലോചിച്ചോണ്ടിരിക്കുക. എടാ, ഭരത് കേണൽ പത്മശ്രീ ഡോക്ടർ ലഫ്റ്റനന്റ് മോഹൻലാൽ MBA പഠിച്ചിട്ടുണ്ടായതാണ്. അല്ലല്ല, കഴിവ്. BBAക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നല്ലേ നിനക്ക്? എന്നിട്ടാണ് അവന്റെ. അതല്ലടാ, നമ്മുടെ കഴിവ് തെളിയിക്കുന്ന എന്തെങ്കിലും പുതിയ ഒരു സംഭവമാകണം. നിന്നെ കൊണ്ട് എങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റൂ? എടാ, നമുക്ക് ഒരു ആൽബം എടുത്താലോ? നീ ആ ജട്ടി ഒന്ന് കഴിക്കിട്ട്, നാറിയിട്ട് പാടില്ല. എടാ, ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. മ്യൂസിക് ആര് ചെയ്യും? നീയാ? അതൊക്കെ ചെയ്യിപ്പിക്കാം. ശരിയാവും. എടാ, ആൽബം ഒന്നും ശരിയാവത്തില്ല. കണ്ട അണ്ടനും അടകോടനും ഒക്കെ എടുക്കുന്നുണ്ട് ആൽബം. നമുക്ക് വല്ല വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യണം, വളരെ ഡിഫറെന്റ് ആയിട്ടൊന്നും. എന്നാ പിന്നെ നാടകമല്ലോ. ബുദ്ധിമുട്ടാ. നമുക്ക് വല്ല സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും. എന്നാ പിന്നെ ഫുഡ് അടിക്കാം. കിട്ടി. നമുക്ക് ഒരു ഷോർട്ട് മൂവി ചെയ്യാം. ചെലവ് കുറവ്, പിന്നെ നമുക്ക് തന്നെ അഭിനയിക്കാം. യൂട്യൂബിലിട്ട നാട്ടുകാർ മൊത്തം കാണും. തെറിയും കേക്കാം. ബി ഓപ്റ്റിമിസ്റ്റ്. എടാ, ക്യാമറ ഇല്ലല്ലോ, നടീനടന്മാർ ഇല്ലല്ലോ, പിന്നെ കഥ. കഥ ഞാൻ ആലോചിക്കുന്നുണ്ട്. ആദ്യം മലയാളം, പിന്നെ തമിഴ്, കോളിവുഡ്, ബോളിവുഡ്, ഹോളിവുഡ്. ഞാൻ തകർക്കും. ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം ഞാൻ ശരിയാക്കാം. പാത്രം കഴിക്കടാ. പാത്രമായിട്ട് പട്ട് കളി. പാത്രം കഴുകി വെക്കടാ. 그 와이프 불쌍해 보이더라. 불쌍? 좀 어두워 보이지 않대. 자세히도 봤다. 옷 입는 거 옆에서 참견하는 게 직업이라잖아. 남편은 잘 입혔잖아. ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. 한복이나 달랑 몇벌 팔러온 건 아니. ഒന്നുകൊണ്ടും പേടിക്കണ്ടാ, ഡോണ്ട് വറി, എല്ലാം കിട്ടും. കിട്ടി, ടോപ്പിക് കിട്ടി. തീവ്രവാദം നന്നായിരിക്കും. ടെററിസം കൊള്ളാം. നീ കഥ പറ. തീവ്രവാദ നേതാവിന്റെ അടുത്തെത്തി നിൽക്കുന്ന ചെറുപ്പക്കാരൻ.
തീവ്രവാദ നേതാവിന്റെ അടുത്തെത്തി നിൽക്കുന്ന സുന്ദരനായ ചെറുപ്പക്കാരൻ. അവന്റെ പാരന്റ്സ് ടെററിസ്റ്റ് അറ്റാക്കിൽ കൊല്ലപ്പെടുന്നു. ഇത് റിലീസായിട്ട് കുറച്ച് കാലല്ലായുള്ളൂ. എന്നാ പിന്നെ നമുക്ക് ഒരു ലവ് സ്റ്റോറി ആയല്ലോ. റൊമാൻസ് ഒന്നും മുഖത്ത് വരുന്നില്ല. ഐ മീൻ സംടൈംസ്. അല്ല, ഞാൻ അഭിനയിക്കാം. ഓ വേണ്ട വേണ്ട, നമുക്ക് ഒരു കോമഡി ത്രില്ലർ ആയാലോ? ഒരു ശരിച്ചൊരു നിന്റെ ഷർട്ട് അലൻസോലിയ. കഥ ഞാൻ തീർത്തു. നാളെ ഷൂട്ട്. ഒരു കാര്യത്തിന് പറഞ്ഞു വിട്ടതാ, ഇതുവരെ വന്നില്ല. ഇതാണ് നമ്മുടെ ക്യാമറമാൻ ജിബുമോൻ. ഹലോ സാർ. സാറോ? ഹലോ. ബേസിക്കലി ഇതൊരു ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആണ്. കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ആണ്. മലയാള സിനിമകൾക്ക് വേണ്ടത് അതാണല്ലോ. മലയാള സിനിമയുടെ മൂല്യച്യുതിക്ക് കാരണം കാരിരുമ്പിന്റെ കരുത്തുള്ള കാമ്പുള്ള കഥകളുടെ കുറവാണ്. സാർ, ഈ ക്യാമറ എവിടെ വെക്കണ്ടേ? ക്യാമറ ഇങ്ങനെയൊക്കെ പോട്ടെ. സ്ക്രീനില്ലല്ലേ? ആദ്യത്തെ 2 സീനു ശേഷം ഫസ്റ്റ് ഷോട്ട് എടുക്കാം. എന്നിട്ട് ക്യാമറ ഇങ്ങനെ വരണം. കൊള്ളാം, അടിപൊളിയായിരിക്കും. ജീവിതം ഒരു പ്രഹേളികയാണ്. ജീവിതം ഒരു പ്രഹേളികയാണ്. അനന്തസാഗരത്തിൽ ആറാടി നിൽക്കുന്ന അനന്തസാഗരത്തിൽ ആറാടി നിൽക്കുന്ന ഇതെന്തുവാടേ ഇത്? ഒരു സിൽസിലയാണടാ ജീവിതം. ഒരു സിൽസിലയായിരിക്കണമേടാ ജീവിതം. ജീവിതം ഒരു പ്രഹേളികയാണ്. സാഗരത്തിൽ ആറാടി നിൽക്കുന്ന ഇതെന്തുവാടേ? ഈ രംഗത്ത് ഈ എക്സ്പ്രഷനോ? അയ്യേ. ഓഫേ. കാശ് പാറയ്ക്കടിച്ചു. ഇത് കണ്ടവന്മാരെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? ഇതെങ്ങനെ റിമൂവ് ചെയ്യുന്നേ? നമുക്ക് MBA ചെയ്താലോ? ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം ശരിയാണ്. ഇതാരണപ്പാ. ഹലോ. കാണിച്ചിക്കണേ. എടാ, അത് ഞങ്ങൾ അഭിനയിച്ചൊന്നുമല്ലടാ.